എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 45 ശ്ലോകം 37, 38, 39, 40, 41, 42, 43, 44 8 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. രാമകൃഷ്ണന്മാര് വേദാദി വിദ്യകളെല്ലാം ആ ഗുരുവിൽ നിന്നും അഭ്യസിച്ചു. അതിനുശേഷം കൗതുകം നിമിത്തം 64 കലകളും 64 ദിവസം കൊണ്ട് മനസ്സിരുത്തി പഠിച്ചു. അങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോ എന്താണ് ഗുരുദക്ഷിണ തരേണ്ടത്, എന്താണ് അങ്ങേക്ക് ആഗ്രഹം എന്ന് രാമകൃഷ്ണന്മാര് ചോദിച്ചപ്പോ സാന്ദീപനി മഹർഷി ഗുരുവിന്റെ പത്നിയോട് ചോദിക്കാണ് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോ ഗുരുപത്നി പറഞ്ഞു, അവര് ഭഗവാന്മാരാണെന്നല്ലേ പറയണത്, നമ്മുടെ മരിച്ചുപോയ ആ ഉണ്ണിയെ ഒന്ന് കാണണമെന്ന് എനിക്ക് മോഹമുണ്ട്, ഒന്ന് ചോദിച്ചാലോ പുത്രനെ തിരിച്ചു തരാൻ പറ്റുമെന്ന്. അവര് ഈശ്വരന്മാരല്ലേ, അപ്പൊ തരാൻ പറ്റൂലോ. സാന്ദീപനി മഹർഷി വിചാരിച്ചു, ശരിയാണ്, എത്ര മോഹം ഉണ്ടാവും ആ അമ്മയ്ക്ക്. ആ മകൻ മരിച്ചതിന് ശേഷം അമ്മയുടെ അത്രയും ദുഃഖത്തോടു കൂടിയിട്ടാ കഴിയണത്. അങ്ങനെ ഈശ്വരനാണല്ലോ ഭഗവാൻ, അവര് രണ്ടുപേരും ഈശ്വരന്മാരാണല്ലോ, ശരിയാണ്, ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ചോദിക്കണത്. ഞങ്ങളുടെ മരിച്ചുപോയ ഉണ്ണിയെ തരാൻ ഗുരുദക്ഷിണയായിട്ട് തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അതാ ഭഗവാൻ അതൊരു വിഷമമില്ലല്ലോ. അങ്ങനെ അതാ ഗുരുപുത്രനെ അവർക്ക് കൊണ്ടു കൊടുക്കുന്നു. ഗുരുവിന് എത്ര സന്തോഷം ഗുരുപത്നിക്കും എന്നുള്ളത് അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരത്തോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 37. ദ്വിജസ്തയോസ്തം മഹിമാനമത്ഭുതം സംലക്ഷ്യ രാജൻ അതിമാനുഷിം മതിം സമ്മന്ത്രപത്ന്യാ സമഹാർണവേ മൃതം ബാലം പ്രഭാസേ വരയാം ബഭൂവഃ. ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഹേ മഹാരാജാവേ, ബലരാമനും കൃഷ്ണനും സാധാരണ മനുഷ്യരല്ല, മനുഷ്യരെക്കാളും എത്രയോ അധികരിച്ച ബുദ്ധിയോഗ്യത അവർക്കുണ്ട്. അപ്പൊ അവരുടെ ആ വൈഭവം, ആശ്ചര്യകരമായിരിക്കുന്ന ആ വൈഭവം, അവര് ഈശ്വരന്മാരാണ്, പരമപുരുഷന്മാരാണ് എന്നുള്ള ആ പരമാർത്ഥ തത്വം അറിഞ്ഞ ആചാര്യൻ ഗുരുദക്ഷിണയായിട്ട് എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന് ആ ഭാര്യയോടുകൂടി ആലോചിക്കുകയാണ്. അപ്പൊ ഭാര്യ അത്യഗാധമായ ആ പ്രഭാസ തീർത്ഥത്തില് സ്നാനം ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോയ നമ്മുടെ പുത്രനെ കൊണ്ടുവന്ന് തരണം എന്ന് ചോദിച്ചാലോ. അതാ സാന്ദീപനി മഹർഷിയുടെ പത്നി പറഞ്ഞതിനനുസരിച്ച് അതാണ് അപേക്ഷിച്ചത്. അവര് ഈ മുനി ഭാര്യയോടും കുട്ടിയോടും കൂടിയിട്ട് പ്രഭാസ തീർത്ഥത്തില് സ്നാനം ചെയ്യായിരുന്നു. അപ്പോ ജലത്തിൽ മുങ്ങിപ്പോയതാണ്. മുങ്ങിയപ്പോ അവിടെ ഒരു ശംഖൻ എന്നു പേരായിട്ടുള്ള അസുരൻ ആ കുട്ടിയെ അപഹരിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോയി. അന്ന് മുതല് ആ പുത്രശോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവര് ആ മരിച്ച ഉണ്ണിയെ കൊണ്ടുവന്ന് തരാം എന്ന് മനുഷ്യനോട് പറയാൻ പറ്റില്ലല്ലോ. മരിച്ച ഉണ്ണിയെ കൊണ്ടുതരാൻ ഈശ്വരന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാരോട് പറഞ്ഞതിനനുസരിച്ച് ഭഗവാൻ വളരെ സന്തോഷത്തോടുകൂടി കൊണ്ടുവന്ന് തരാം, സന്തോഷത്തോടുകൂടി അവരോട് മറുപടി പറഞ്ഞു. തഥേത്യധാരുഹ്യ മഹാരഥോരഥം പ്രഭാസമാസാദ്യ ദുരന്ത വിക്രമൗ വേലാമുപവ്രജ്യ നിഷീദതുക്ഷണം സിന്ധുവിധിത്വാ അർഹണമാഹരത്തയോ. ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഹേ മഹാരാജാവേ, ഗുരുവിന്റെ ആഗ്രഹം സാധിപ്പിക്കേണ്ടത് ശിഷ്യന്റെ ഉത്തമ ധർമ്മമാണ്. അതുകൊണ്ട് അങ്ങനെ ആവട്ടെ, അങ്ങ് പറഞ്ഞ പോലെ പറഞ്ഞു സമ്മതിച്ചു ഭഗവാൻ. മഹാരഥന്മാരും അപാര പരാക്രമശാലികളുമായ ഇവർക്ക് ഈ കാര്യം സാധിക്കാൻ എന്താ വിഷമം? ഉടനെ തേരിൽ കയറി പ്രഭാസ തീർത്ഥസ്ഥാനത്ത് ചെന്ന് ആ സമുദ്രത്തിന്റെ തീരത്ത് ചെന്നങ്ങോട്ട് ഇരുന്നു. ഇവര് ജഗദീശ്വരന്മാരല്ലേ, അവരങ്ങോട്ട് വന്ന് കണ്ടപ്പോഴേക്കും സമുദ്രനാഥനായ വരുണൻ ഉടനെ അടുത്ത് ചെന്ന് സൽക്കരിച്ചു.
തമാക ഭഗവാനാശു ഗുരുപുത്ര പ്രദീയതാം യോസാവികത്വയാഗ്രസ്തോ ബാലകോ മഹതോർമിണ. എന്താണാവോ അങ്ങേക്ക് ചെയ്തു തരേണ്ടത് എന്ന് സൽക്കാരമൊക്കെ കഴിഞ്ഞപ്പോ മരുണൻ ചോദിച്ചു, ഭഗവാനെ എന്താണാവോ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം അങ്ങയുടെ എന്ത് ആഗ്രഹമാണ് ഞാൻ സാധിപ്പിച്ചു തരേണ്ടത് എന്ന് ചോദിച്ചപ്പോ, ഇവിടെ വെച്ചിട്ട് ആ തിരമാലയിൽ പെട്ട് ഏതൊരു ബാലനെ അങ്ങ് അന്തർഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ ആ ബാലൻ ഞങ്ങളുടെ ഗുരുപുത്രനാണ്, അതുകൊണ്ട് ആ ബാലനെ ഇപ്പോ ഞങ്ങൾക്ക് തരണം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദിവ്യരൂപധരനായിട്ട് സമീപത്ത് നിൽക്കുന്ന ആ സമുദ്രത്തോട് പറഞ്ഞു. അതായത് വരുണൻ ഭഗവാനോട്. അപ്പോ വരുണൻ സമുദ്രം മറുപടി പറയണം, നൈവാഹർഷമഹം ദേവ ദൈത്യ പഞ്ചജനോ മഹാൻ അന്തർജലജര കൃഷ്ണ ശങ്കരൂപധരോസുര. സമുദ്രം പറഞ്ഞു, എല്ലാം അവിടത്തേക്ക് എല്ലാം അറിയാവുന്ന അടിയനറിയാം, എന്നാലും അങ്ങ് എന്നോട് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഞാൻ ആ ബാലനെ അപഹരിച്ചിട്ടില്ല. എന്റെ അന്തർഭാഗത്തിൽ ഒരു അസുരനുണ്ട്. ആ അസുരനെ ജയിക്കാൻ എനിക്ക് സാധിക്കില്ല ഭഗവാനെ. വളരെ ശക്തനാണ്. പഞ്ചജനൻ എന്നാണ് അവന്റെ പേര്. ശംഖിന്റെ ആകൃതിയിൽ ആണ് അവൻ ഈ ജലത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഭഗവാൻ അത് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ആസ്തേനാഹൃതോ നൂനം തശ്രുത്വാ സത്വരം പ്രഭു ജലമാവിശ്യതം ഹത്വാ നാപശ്യതുദരേ അർപ്പകം. ഭഗവാനെ അവിടുന്ന് അടിയനെ തെറ്റിദ്ധരിക്കരുതേ, അവനാണ് കൊണ്ടുപോയിരിക്കുന്നത്, ഇതില് സംശയമൊന്നും ഉണ്ടാവരുതേ എന്ന് ആ സമുദ്രം പറഞ്ഞതിനനുസരിച്ച് എല്ലാറ്റിനും സമർത്ഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സമുദ്രജലത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചു. എന്നിട്ട് ആ അസുരനെ, ആ പഞ്ചജനനെ ഹനിച്ചു. പക്ഷേ അവന്റെ ഉദരത്തില് ആ ബാലനെ കണ്ടില്ല. തദംഗപ്രഭവം ശംഖമാദായ രഥമാഗമൽ തത സംയമനീം നാമായമസ്യ ദൈതാംബുരിം ഗത്വാ ജനാർദ്ദന ശംഖം പ്രദത്മൗ സഹലായുധ. ശംഖിന്റെ ആകൃതിയിലാണ് ആ അസുരൻ. ആ ശംഖിന്റെ ആകൃതിയായിട്ടുള്ള അവന്റെ ദേഹത്തിലുള്ള ആ പുറത്തുള്ള മാംസാദികളെല്ലാം കളഞ്ഞു. എന്നിട്ട് ശംഖു മാത്രം സ്വീകരിച്ചു. ആ ശംഖാണ് ഭഗവാന്റെ കയ്യിലുള്ള പാഞ്ചജന്യം. പാഞ്ചജനൻ എന്ന അസുരനെ ഹനിച്ചതുകൊണ്ട് കിട്ടിയതായതുകൊണ്ട് പാഞ്ചജന്യം. പഞ്ചജനൻ എന്ന അസുരന്റെ ദേഹത്തിൽ നിന്നാണല്ലോ ആ ശംഖ് ഉണ്ടായത്. അപ്പൊ പാഞ്ചജന്യം എന്ന ആ മഹാത്മ്യമേറിയ ആ ശംഖ് വിളിച്ചുകൊണ്ട് ഉടനെ അവിടുന്ന് പോയി ബലരാമനും കൃഷ്ണനും. എന്നിട്ട് ഇനിയിപ്പോ എവിടെ അന്വേഷിക്കേണ്ടത്? യമന്റെ രാജധാനിയില് പ്രവേശിച്ചു രണ്ടുപേരും. ആ യമന്റെ ആ പ്രിയപ്പെട്ട സ്ഥലത്തിന് സംയമനി എന്നാണ് പേര്. പഞ്ചജനൻ എന്ന അസുരനെ സംഹരിച്ചുകൊണ്ട് ഭഗവാന് ജനാർദ്ദനൻ എന്നൊരു പേരും കൂടി സിദ്ധിച്ചു. ശംഖ് ഇങ്ങനെ ഉറക്കെ വിളിച്ചുകൊണ്ടാണ് ആ സംയമനിയിലേക്ക് പ്രവേശിക്കുന്നത്. ശംഖ നിർഹ്രാദമാകർണ്യ പ്രജാ സംയമനോയമ തയോ സപര്യാം മഹതിം ചക്രേ ഭക്തി ഉപബൃംഹിതാം. മര്യാദ തെറ്റി നടക്കുന്ന ജനങ്ങളെ ശിക്ഷിച്ച് ആ പാകം വരുത്തുന്ന ധർമ്മസ്വരൂപനായ യമൻ പാഞ്ചജന്യധ്വനി കേട്ടു. ഉടനെ മനസ്സിലായി രാമകൃഷ്ണന്മാരുടെ വരവാണെന്ന്. ഓടിച്ചെന്നു ഭക്തി പ്രദർശിപ്പിച്ച് ഏറ്റവും ആദരത്തോടെ സ്വീകരിച്ച് സൽക്കരിച്ചു ആ ഭഗവാന്മാരെ യമധർമ്മരാജാവ്. ഉവാചാവനത കൃഷ്ണം സർവഭൂതാശയാലയം ലീലാമനുഷ്യഹേ വിഷ്ണു യുവയോ കരവാമകിം. സർവജനങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാന്റെ പാദകമലങ്ങളില് ഇണങ്ങൾ നമസ്കരിച്ചു യമധർമ്മ മഹാരാജാവ്. എന്നിട്ട് പറഞ്ഞു, ലീല ചെയ്യാനായിട്ട് മനുഷ്യ ശരീരം സ്വീകരിച്ചിരിക്കുന്ന ഹേ മഹാവിഷ്ണു, നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അരുളി ചെയ്യണേ എന്ന് വിനീതമായിട്ട് യമൻ ഭഗവാനോട് പറഞ്ഞു. അതാ ഭഗവാൻ മറുപടി പറയണു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.